നമ്മൾ ശരിക്ക് നമ്മുടെ മക്കളോടും അതുപോലെ തന്നെ കുട്ടികളോടും എല്ലാവരോടും തൗഹീദ് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. കാരണം തൗഹീദ് മനസ്സിലാകാതെ അവന് ബോധ്യപ്പെടില്ല എന്തിനാണ് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കേണ്ടത്, എന്തിനാണ് ഞാൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത്. തൗഹീദ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി. തൗഹീദ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കൽ എളുപ്പമായിരിക്കും, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൽ എളുപ്പമായിരിക്കും തൗഹീദ് ഇല്ലാത്ത കാലത്തേക്കാൾ. കാരണം എന്താണ്? അള്ളാഹുവിന്റെ വിശ്വാസം ശക്തമായിട്ടുണ്ടാവും, അള്ളാഹുവിന്റെ തൃപ്തി നേടണം, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. വമിൻഹ തൗഹീദിന്റെ ഫദ്ലിൽ ഫവായിദുകളിൽപ്പെട്ട ഒരു കാര്യമാണ് അന്ന തൗഹീദ ഇദാ കമല ഫിൽ ഖൽബി ഹബ്ബബ അല്ലാഹു ലിസാഹിബിഹി അൽ ഈമാൻ. ഒരു അടിമയുടെ മനസ്സിൽ തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ, തൗഹീദ് പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കും. വസയ്യനഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ അതൊരു അലങ്കാരമായി കാണിക്കും. വകറഹ ഇലൈഹിൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നത്, അല്ലാഹുവിനെ നിഷേധിക്കുന്നത്, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നത്, അതിനോടൊക്കെ വെറുപ്പുണ്ടാക്കി കൊടുക്കും. വജഅലഹു മിനർ റാഷിദീൻ, അങ്ങനെ നേർമാർഗ്ഗം സിദ്ധിച്ച ആളുകളിൽ അവനെ ആക്കും. അതായത് തൗഹീദ് ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങൾ പാവുക. നമ്മൾ ആലോചിച്ചാൽ മതി, ഇപ്പോൾ ഒരാൾ ഇസ്ലാമികമായിട്ടുള്ള വേഷം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുള്ള ഒരു വേഷം, അവന് ചിലപ്പോ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും. പക്ഷേ തൗഹീദ് അവന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേഷത്തിനോടുള്ള ഇഷ്ടവും ദീനിന്റെ ചിഹ്നങ്ങളോടുള്ള ഇഷ്ടവും എല്ലാം അല്ലാഹു തആല അവന്റെ കൽബിൽ ഇട്ടു കൊടുക്കും. ഒരുപക്ഷെ അതിനു മുമ്പ്, തൗഹീദ് മനസ്സിലാകുന്നതിന് മുമ്പ് അവൻ ഏറ്റവും വെറുത്ത വേഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവൻ ഏറ്റവും വെറുത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ഈ കാര്യങ്ങൾ അവന്റെ കൽബിൽ അലങ്കാരമായി കാണിക്കും. ചില ആളുകൾ നമുക്ക് കാണാം, അവർ തൗഹീദ് ഇല്ലാത്ത കാലത്ത് താടിയെല്ലാം പഠിച്ച് ബിരിയാണിക്ക് താഴെ പാന്റൊക്കെ ധരിച്ച് ആ രീതിയിൽ നടക്കുന്ന ആളായിരിക്കും. പക്ഷേ തൗഹീദ് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തൗഹീദിന്റെ അനന്തരഫലമാണ് എല്ലാ ഈമാനിനോടും അതുപോലെ ഈമാനികമായ കാര്യങ്ങളോടും അല്ലാഹുവിനോടുള്ള അനുസരണത്തിനോടും എല്ലാം ഒരു ഇഷ്ടമുണ്ടാകും. പിന്നീട് അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാനും അതുപോലെ താടി വളർത്താനും സുന്നത്തനുസരിച്ച് വേഷം ധരിക്കാനും എല്ലാം ഒരു ഇഷ്ടം അല്ലാഹു തആല ഇട്ടു കൊടുക്കും. തൗഹീദിന്റെ ഫദ്ൽ കൊണ്ട് ലഭിക്കുന്നതാണ്.